ഇത്തവണത്തെ മതപ്പാടിൽ നിന്നും അഴിച്ച് 3-4 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ഗണേശൻ്റെ മരണം. സാധാരണഗതിയിൽ നല്ലൊരു ശതമാനം ആനകളുടെ കാര്യത്തിലും മതപ്പാട് കഴിഞ്ഞാൽ ചുമതല ഏൽക്കാനെത്തുന്ന പുതിയ പാപ്പാന്മാർ കെട്ടിയഴിക്കൽ എന്ന അത്യാവശ്യ മർദ്ദന ഭീഷണി 3-ാം മുറകളിലൂടെയാവും ആനകൾക്ക് മേൽ നിയന്ത്രണം സ്ഥാപിച്ചെടുക്കുന്നത്. ആനയെ സംബന്ധിച്ചിടത്തോളം പാപ്പാന്മാർ തീർത്തും പുതിയവരാകുമ്പോൾ 3-ാം മുറകളുടെ കടുപ്പം കൂടുകയും കെട്ടിയഴിക്കൽ പ്രക്രിയ 2-3 ദിവസം വരെ നീണ്ടു നിന്നുവെന്നും വരാം. എന്നാൽ കുറേയേറെ ആനകൾ ഇങ്ങനെ അടിയും ഇടിയും മേടിക്കാതെ തന്നെ പാപ്പാന്മാരോട് അനുസരണയും വിധേയത്വവും പ്രകടിപ്പിച്ച് പതിവ് രീതികളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. പൊതുവെ മതപ്പാട് സമയം ആനകൾ പാപ്പാന്മാരെ അടുത്തേക്ക് വരാൻ പോലും അനുവദിക്കാതെ ക്രൂദ്ധരായി ആട്ടിപ്പായിക്കുമെങ്കിലും മതപ്പാട് കഴിഞ്ഞാൽ ബുദ്ധിമാന്മാരും വിവേകശാലികളുമായ ആനകൾ പാപ്പാന്മാരെ സ്വയം തങ്ങളുടെ അടുത്തേക്ക് വരാൻ കൈനീട്ടി വിളിക്കുകയും ഇണക്കം മൂളി സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഗണേശനും പാപ്പാൻ മുരളിയും തമ്മിലുണ്ടായിരുന്നതും ഇത്തരം സുദൃഢമായ ഒരു ബന്ധമായിരുന്നു. എന്നാൽ മുരളി മാറി പുതിയ പാപ്പാന്മാരാണ് കുറച്ചു കാലമായി ഗണേശനെ വഴി നയിക്കുന്നത്. ഗണേശനെ തേടി ദുരന്തം എത്തുന്നതിൻ്റെ തൊട്ട് തലേന്നാൾ തീറ്റയെടുക്കാൻ പോകുന്നതിനിടെ അവൻ അപ്രതീക്ഷിതമായി ഇത്തിരി ഓടിയെന്നും പാപ്പാന്മാരെ വകവയ്ക്കാതെ നേരെ ആനപ്പറമ്പിലേക്ക് ഓടിക്കയറുകയായിരുന്നെന്നും നാട്ടുകാരും ഗണേശൻ്റെ അഭ്യുദയകാംക്ഷികളും സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു കൈവിട്ട ഓട്ടമായിരുന്നില്ലെന്നും വറ്റുനീരിൻ്റെ കലിപ്പിലെ ചെറിയൊരു സൗന്ദര്യപ്പിണക്കം മാത്രമായിരുന്നു എന്നഭിപ്രായപ്പെടുന്നവരും ധാരാളം. ഗണേശൻ്റെ മരണത്തിൽ ഹർത്താൽ ആചരിച്ചും സ്കൂളുകൾക്ക് അവധി നൽകിയുമാണ് രാവിലെ മുതൽ ജനം പ്രതികരിച്ചത്. മരണവാർത്ത അറിഞ്ഞ് കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അനവധി പേർ എത്തിക്കൊണ്ടിരുന്നു. മനുഷ്യരുടെ കാട്ടിക്കൂട്ടലുകൾക്കെതിരെയുള്ള ഈശ്വരൻ്റെ മുന്നറിയിപ്പായിരുന്നു ഗണേശൻ്റെ മരണം എന്ന വാദത്തെ എത്ര കണ്ട് പിന്തുടരാൻ കഴിയും എന്നുറപ്പില്ലെങ്കിലും ഒന്ന് സത്യം, ഗണേശൻ്റെ മരണം തീർത്തും അപ്രതീക്ഷിതവും ആകസ്മികവുമായിരുന്നു. അതിനൊപ്പം ഗണേശൻ്റെ മരണത്തെപ്പറ്റി, പെട്ടെന്നുള്ള മരണത്തിന് നിമിത്തമായ കാരണങ്ങളെപ്പറ്റി തദ്ദേശീയർക്കിടയിൽ ചെറിയ തോതിലെങ്കിലും സന്ദേഹങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട്. ആന നമ്മളെ നായിരിപ്പിരുന്നാണ് ആന മരിക്കുന്നത്. ആന ചരിഞ്ഞല്ല. ആനയെക്കുറിച്ച് അറിയാവുന്നവർ പറയുന്നത് ആന ചരിയുക എന്ന് പറയുന്നത് ആനയ്ക്ക് എന്തെങ്കിലും അസുഖം, ഇപ്പോൾ അറ്റാക്കോ കിഡ്നി ട്രബിളോ അങ്ങനെയുള്ള എന്തെങ്കിലും മാരകമായ അസുഖം വരുവാണെങ്കിൽ ആന ചരിയും. നായിരിപ്പിരിക്കുന്നത് ഞാൻ കണ്ട 2 കാലം കൂടെ ഈ പറഞ്ഞ രീതിയിൽ മുന്നോട്ടിട്ട് യഥാർത്ഥ ഇരിപ്പ് അങ്ങനെയാണ്. നായിരിപ്പിരുന്നാണ് അവൻ്റെ ജീവൻ പോകുന്നത്. അപ്പോൾ അത് ആനയ്ക്ക് ദണ്ണം പറ്റി മറ്റുമ്പോഴേ ഈ നായിരിപ്പിരിക്കത്തുള്ളൂ എന്നാണ് ആനയെക്കുറിച്ച് അറിയാവുന്നവർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ ദണ്ണം പറ്റി ആണ് മരിച്ചത്. മരണത്തിൽ ഈ ഒരു സ്വാഭാവികമായ മരണം ദുരൂഹത എന്തോ അവശേഷിക്കും. ആനയെക്കുറിച്ച് അറിയാവുന്നവർ പറയുന്നത് ആനയ്ക്ക് മാരകമായ അസുഖം ഉണ്ടെങ്കിൽ നീർപ്പാടുണ്ടാകില്ലെന്നാണ്. നീർപ്പാടിൽ വെച്ച് ആനയ്ക്ക് ഒരസുഖം ഉണ്ടാകില്ല. നീർപ്പാട് എന്നാണ് ആനയെക്കുറിച്ച് അറിയാവുന്നവർ പറയുന്നത്. മതക്കോൾ നിൽക്കുന്ന ആനയ്ക്ക് പാമ്പ് കടിച്ചാൽ പോലും ഏൽക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവനെ അത് അഴിച്ച് ഈ പറയുന്നതിൽ പുതിയ പാപ്പാന്മാരാണ്, പഴയ പാപ്പാന്മാരല്ല, പുതിയ പാപ്പാന്മാരെ അവൻ അനുസരിക്കത്തില്ല എന്നുള്ളൊരു തോന്നൽ ഒരു പക്ഷേ അവർക്കുണ്ടായി കണ്ടേക്കാം. എന്നാൽ മുരളി മാറിയതിന് ശേഷം എത്തിയ പുതിയ പാപ്പാന്മാർക്കും ഗണേശൻ തികച്ചും വിധേയനായിരുന്നു എന്നതാണ് വലിയൊരു വിഭാഗം നാട്ടുകാരുടെയും സാക്ഷ്യപത്രം. മാത്രമല്ല, പുല്ലുകുളങ്ങര ക്ഷേത്രത്തിന് തൊട്ടു മുന്നിലായുള്ള ആനപ്പറമ്പിൽ തളച്ചിരിക്കുന്ന ഗണേശനെ പാപ്പാന്മാർ വിചാരിച്ചാൽ പോലും പരിധി വിട്ട് പീഡിപ്പിക്കുവാൻ അവൻ്റെ മിത്രങ്ങളായ നാട്ടുകാർ സമ്മതിക്കില്ലെന്നതും വ്യക്തം. ഇക്കാലത്ത് നമുക്കിടയിൽ ഏതൊരു നാട്ടാന ചരിഞ്ഞാലും അവിടെ 2 അഭിപ്രായമുണ്ടാകുമെന്നത് നിസ്സംശയമായ കാര്യമാണ്. അപ്പുറത്തെ വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അവിടെ മക്കള് വേണ്ട പോലെ നോക്കാത്തത് കൊണ്ടാണെന്ന് പറയുവാനുള്ള ആൾക്കൂട്ട മനസ്സിൻ്റെ വ്യഗ്രത പോലെ വെറുതെ ദോഷം കാണുന്നതുമാകാം. മരണത്തെക്കുറിച്ച് എത്ര തന്നെ വിവാദങ്ങൾ ഉണ്ടായാലും ശരി, ഗണേശന് അവൻ്റെ നാട്ടുകാർ നൽകിയ യാത്രയയപ്പ്
അത് ഒരു നാടും ഒരാനയും തമ്മിലുണ്ടായിരുന്ന ഹൃദയബന്ധത്തിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയായിരുന്നു. പുല്ലുകുളങ്ങര ഗണേശൻ്റെ വീരോചിതമായ വിടവാങ്ങൽ കാഴ്ചകളും ആരെയും ആവേശഭരിതരാക്കുന്ന അവൻ്റെ ജീവിതഗാഥകളും ഇവിടെ തീരുകയല്ല, തുടരുക തന്നെയാണ്.